ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ? ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മുടെ പാൽവാഴയ്ക്കാണ് കേട്ടോ. ഇതൊട്ടും പിരിഞ്ഞു പോകാതെ കട്ടയൊന്നും പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഏത്തപ്പഴം രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കത്തില്ലേ, അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് തീരെ കനം കുറച്ച് അരിയണമെന്നില്ല, അല്പം കട്ടിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ. ഇച്ചിരി പഴുത്ത നല്ല മധുരമുള്ള പഴം നോക്കിയെടുക്കുക. അതിങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് നമ്മളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വീറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അതുപോലെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് മക്കൾ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടോ. അതിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നട്ട്സും കിസ്മിസും എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കശുവണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതൊന്ന് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഏത്തപ്പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും കേട്ടോ. നമുക്കൊരു 5-6 മിനിറ്റ് മാത്രമേ വേണ്ടി വരത്തുള്ളൂ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഈ പഴം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇതൊന്ന് വെന്തുടയുന്ന പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് വെന്തുടയുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ദീപം കണ്ടില്ലേ, നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ പഞ്ചസാര ഒന്ന് പഴത്തിലേക്ക് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് കോരി മാറ്റിയെടുക്കാം ഒരു പാത്രത്തിലേക്ക്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ടോട്ടലി ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ കുറച്ച് മധുരം വേണ്ടിയുള്ളവർക്ക് ആകെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ കുറച്ച് അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഗസ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൗവരിയാണ്. നമ്മുടെ സാബുനരി എന്ന് പറയത്തില്ലേ, അത് ഞാനിവിടെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് കുതിർത്തതാണെങ്കിൽ ഡയറക്റ്റ് ഈ പാലിലേക്ക് ഇട്ട് വേവിച്ചാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു 1-2 മണിക്കൂർ കുതിർത്തിടുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ച് ഒന്ന് വെള്ളം ഊറ്റി കളഞ്ഞാൽ മതിയാവും. അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫ്ലേവർ നോക്കിയിട്ട് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട്. കൂടുതൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ. മിൽക്ക് മെയ്ഡ് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അതില്ലയെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. അതുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്രീമി ആകുന്നേ ഉള്ളൂ. ഇപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചവ്വരി കുതിർത്തത് ഡയറക്റ്റ് ഇതിലിട്ട് വേവിക്കുകയാണെങ്കിലും ഒന്നുകൂടെ തിക്നെസ് കിട്ടും കേട്ടോ. ഈ പാലൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, മധുരം കുറച്ച് മതിയെന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അത്യാവശ്യം മധുരമുണ്ട്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അധികം മധുരം ചേർക്കാറില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബനാന നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അല്പം തണുത്തതിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തണുത്ത് വരണം എന്നില്ല. ഒരു ഓൾമോസ്റ്റ് നമുക്ക് ഒന്ന് വിരൽ കൊണ്ടൊന്ന് തൊടാൻ പറ്റുന്ന ഒരു തണുപ്പ് വരെ, ഒരു ചൂട് വരെ ആകുന്ന രീതിയിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പഴവും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു 10 മിനിറ്റോളം അടച്ചു വയ്ക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.
ഇതിപ്പോൾ ഞാൻ അടുത്തോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും, ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫെയിൽ പ്രൂഫ് റെസിപ്പിയാണ്, ഇതൊരിക്കലും പിരിഞ്ഞു പോയില്ല. അതുപോലെ നല്ലൊരു കറക്റ്റ് തിക്നെസ്സിലായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതേ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഇത് തണുപ്പിച്ച് കഴിക്കാനും ചൂടായിട്ട് കഴിക്കാനും പെർഫെക്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു അല്പം ചൂടോടുകൂടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നാളെ കാണാം.